السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. സനാബിൽ ഗ്രൂപ്പിലെ സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, സൂറത്തു ശൂറ തുടരുകയാണ്. ഇന്ന് സൂറത്തു ശൂറയിലെ 3 ആയത്തുകൾ 22, 23, 24 എന്നിങ്ങനെയുള്ള ഈ 3 ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം കേട്ട് അവ ഓതിപ്പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തറദ്ദാലിമീന മുശ്ഫിഖീന മിമ്മാ കസബൂ വഹുവ വാഖിഉം ബിഹിം. الظالمين مشفقين مما كسبوا وهو واقع بهم. والذين آمنوا وعملوا الصالحات في روضات الجنات. والذين آمنوا وعملوا الصالحات في روضات الجنات. لهم ما يشاءون عند ربهم. لهم ما يشاءون عند ربهم. ذلك هو الفضل الكبير. ذلك هو الفضل الكبير. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات. قل لا أسألكم عليه أجرا إلا المودة في القربى. قل لا أسألكم عليه أجرا إلا المودة في القربى. ومن يقترف حسنة نزد له فيها حسنا. ومن يقترف حسنة نزد له فيها حسنا. إن الله غفور شكور. إن الله غفور شكور. أم يقولون افترى على الله كذبا. أم يقولون افترى على الله كذبا. فإن يشأ الله يختم على قلبك. فإن يشأ الله يختم على قلبك. ويمحو الله الباطل ويحق الحق بكلماته. ويمحو الله الباطل ويحق الحق بكلماته. ويحق الحق بكلماته. ويحق الحق بكلماته. إنه عليم بذات الصدور. إنه عليم بذات الصدور. അപ്പോൾ 22-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തറദ്ദാലിമീന മുശ്ഫിഖീന മിമ്മാ കസബൂ വഹുവ വാഖിഉം ബിഹിം. والذين آمنوا وعملوا الصالحات في روضات الجنات
ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫളലുൽ കബീർ. ഇപ്പോൾ നേരത്തെയുള്ള ആയത്ത് ഓർമ്മ ഉണ്ടാവും. അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത വിധം പുതിയ മതനിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് ശരിയാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരെ, അത്തരത്തിലുള്ള അക്രമികളെ പറ്റിയാണ് പറയുന്നത്. തറ നിനക്ക് കാണാം അദ്വാലിമീന അക്രമികളെ, അത് മുശ്രിക്കുകളും ഉൾപ്പെടും, കപടവിശ്വാസികളും ഉൾപ്പെടും, അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരൊക്കെ അവരൊക്കെ പെടും. അപ്പം അക്രമികളെ നിനക്ക് കാണാം മുശ്ഫിഖീന അവർ ഭയവിഹ്വലരായിട്ട് കാണാം, മിമ്മ കസബു അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്, വഹുവ ആ ശിക്ഷ പ്രവർത്തിച്ചതിൻ്റെ ശിക്ഷ വാഖിയും വഹുവാറ അത് എന്നാണ്. അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷ. ആ ശിക്ഷ വാഖിയും ബിഹിം അത് അവരിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. വാഖിയം എന്ന് പറഞ്ഞാൽ ഭവിക്കുക, വരിക, ബിഹിം അവരിൽ വന്ന് വരിക തന്നെ ചെയ്യും. വല്ലദീന ആമനു വിശ്വസിച്ചവർ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. ഇത്തരം വാചകങ്ങൾ ധാരാളമായിട്ട് ഖുർആനിൽ വന്നതാണ്. ഫി റൗലാത്തിൽ ജന്നാത്ത് അവർ സ്വർഗത്തോപ്പുകളിലായിരിക്കും. റൗലാത്ത് റൗലത്തിൻ ജമ്മ റൗലാത്താണ്, തോപ്പുകൾ. ജന്നാത്ത് സ്വർഗം. അപ്പോൾ സ്വർഗത്തിലെ തോപ്പുകളിലായിരിക്കും സത്യവിശ്വാസികൾ. ലഹും അവർക്കുണ്ട് മാ യശാഊന അവർ ഉദ്ദേശിക്കുന്നതൊക്കെ ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവർക്ക് കിട്ടും. ദാലിക അത് ആ സ്വർഗം കിട്ടുക എന്നത് അത് ഹുവൽ ഫളലുൽ കബീർ അതാകുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും വലിയ അനുഗ്രഹം. ഫളിന് ശ്രേഷ്ഠത, അനുഗ്രഹം എന്നൊക്കെ പറയാം. അപ്പോൾ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണത്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹു നിയമിച്ച് മതനിയമമായി നിശ്ചയിച്ച് കൊടുക്കാത്ത കാര്യങ്ങൾ പലതും മതനിയമമായി ജനങ്ങൾക്ക് നിശ്ചയിച്ച് കൊടുക്കുന്ന, അതിനു വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അക്രമികളുടെ കൂട്ടത്തിൽ തന്നെയാണ്. തുടർന്ന് ഈ ആയത്തിൽ പറയുന്നത് അങ്ങനെയുള്ള അക്രമികൾ അവർ മാത്രമല്ല, എല്ലാവരും പെടും. അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുള്ള എല്ലാവരും പെടും. അത് മുശ്രിക്കുകളാവാം, മുനാഫിക്കുകളാകാം, ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെട്ടാൽ തന്നെയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കൽപ്പനവും അതിനൊന്നും വലിയ വില കൽപ്പിക്കാത്ത ആളുമാകാം, അങ്ങനെയുള്ള ആരുമാകാം. അവരെപ്പറ്റിയെല്ലാണ് പറയുന്നത്. അങ്ങനെയുള്ള അക്രമികൾ മുശ്ഫിഖീന മിമ്മാ കസബു ദുനിയാവിൽ അവർ സമ്പാദിച്ചു വെച്ചതിൻ്റെ ശിക്ഷയോർത്തുകൊണ്ട് ആ ശിക്ഷ കാണുമ്പോൾ അവർ നാളെ പരലോകത്ത് ഭയവിഹ്വലരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അവർക്കറിയാം അവർ ചെയ്തു കൂട്ടിയ തിന്മയുടെ പ്രതിഫലം എന്ന നിലക്ക് ഭയാനകമായ നരകശിക്ഷയാണ് അവർക്ക് വരാനുള്ളത് എന്നവർക്കറിയാം. അവരങ്ങനെ ഭയപ്പെട്ട് നിൽക്കുകയാണ്, ഭയവിഹ്വലരായി നിൽക്കുകയാണ്. അങ്ങനെ നിനക്കവിടെ കാണാൻ കഴിയും. ബഹുവ വാഖിയും ബിഹു എന്നാലും ആ ശിക്ഷ അവരിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും, അത് നടക്കുക തന്നെ ചെയ്യും. അവർക്ക് ആ ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു കഴിവും അവർക്കുണ്ടാവില്ല. എന്നിട്ട് പടച്ചറബ് പറയുകയാണ് ഇതിൻ്റെ നേരെ മറുവശം അക്രമികളായ ആൾക്കാർക്ക് നരകത്തിൻ്റെ ശിക്ഷയായിരിക്കും ലഭിക്കുക. അതേസമയത്ത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫി റൗളാത്തിൽ ജന്നാത്ത് സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്വർഗ പൂന്തോപ്പുകളാണ് അവർക്ക് നൽകുന്നത്. കഴിഞ്ഞില്ല, വെറും ഒരു തോപ്പ് നൽകുകയല്ല. ലഹും മാ യശാഊൻ ഇൻദ റബ്ബിഹിം അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവർക്ക് ലഭിക്കും. അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഇതെല്ലാം അവർക്ക് ലഭിക്കും. എന്താണെങ്കിലും പിന്നെ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. സ്വർഗമെന്നത് ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഒരു ബുദ്ധിക്കും ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അത്രയും ഉന്നതിയിലുള്ള സുഖ സൗകര്യങ്ങളുള്ള ഒരു ഗേഹമാണ് സ്വർഗം. അവിടെ തന്നെ അവർക്ക് എന്താണോ വേണ്ടത് എന്ന് അവർ വിചാരിക്കുമ്പോഴേക്ക് അള്ളാഹു അത് അവർക്ക് എത്തിച്ചു കൊടുക്കും, അവർക്ക് സാധിപ്പിച്ച് കിട്ടും. അപ്പം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വർഗമാണ്. ഇതെങ്ങനെ കിട്ടിയാലോ അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടവും. അടുത്ത ആയത്ത് 23-ാമത്തെ ആയത്ത് ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. തുടർന്ന് അള്ളാഹ് പറയാ ദാലിക അത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നൽകുന്ന ആ സ്വർഗം. അല്ലദീ യുബശ്ശിറു അള്ളാഹു സന്തോഷ വാർത്തയായിട്ട് അറിയിക്കുന്നതാണ് അത്. ഇബാദഹു അവൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്.
അല്ലദീന ആമനു, ഏതടിമകൾ? അല്ലദീന ആമനു, വിശ്വസിച്ചവരായ അടിമകൾക്ക്, വിശ്വാസികളായ അടിമകൾക്ക്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അള്ളാഹ് നൽകുന്ന പ്രതിഫലമാകുന്നു, അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കുകയാകുന്നു ഇത്. ഖുൽ, പറഞ്ഞേക്കണം പ്രവാചകരെ, ലാ അസ്അലുക്കും അലൈഹി, ഇതിന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അജ്റൻ, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത്ത, സ്നേഹമല്ലാതെ, സ്നേഹബന്ധമല്ലാതെ, അല്ലെങ്കിൽ സ്നേഹത്തിലൂടെയുള്ള താല്പര്യമല്ലാതെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഫിൽ ഖുർബ, അടുത്ത ബന്ധുക്കളിൽ, അടുത്ത ബന്ധത്തിലുള്ള സ്നേഹബന്ധം, ആ സ്നേഹ താല്പര്യം എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. വമൻ യഖ്തരിഫ് ഹസനത്തൻ, ആരെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ നസിദ് ലഹു ഫിഹ, നാം അത് അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. വമൻ, ആരെങ്കിലും, യഖ്തരിഫ് പ്രവർത്തിച്ചാൽ, ഹസനത്തൻ നന്മ, നസിദ് നാം വർദ്ധിപ്പിക്കും, ലഹു അവന്, ഫിഹ അതിൽ, ആ നന്മയിൽ, ഹുസ്നൻ നന്മ വർദ്ധിപ്പിക്കും, പ്രതിഫലം വർദ്ധിപ്പിക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും, നന്മ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഗഫൂറുൻ ശക്കൂർ, അവൻ പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു അല്ലാഹു. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹു സ്വർഗം നൽകും, സ്വർഗപ്പുതോപ്പ് നൽകുന്നല്ലേ. അതൊക്കെ അള്ളാഹു അവൻ്റെ യഥാർത്ഥ അടിമകൾക്ക് സന്തോഷ വാർത്തയായിട്ട് അറിയിക്കുകയാണ്. എന്നിട്ട് ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാൻ ആവശ്യപ്പെടുന്നത്, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. വളരെ അടിസ്ഥാനപരമായൊരു തത്വമാണത്. ഇസ്ലാം മത പ്രബോധനത്തിന്, ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ഒരു പ്രവാചകനും ഒരു പ്രതിഫലവും ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ, അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണ്. ആ പ്രവാചകൻ ഒരിക്കലും തന്നെ ഈ പ്രബോധനത്തിന് വേണ്ടി, പ്രബോധനം ചെയ്യുമ്പോൾ ദീന് പറഞ്ഞു കൊടുക്കുന്നതിന്, പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രതിഫലം ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രവാചകനും അങ്ങനെ ചെയ്തിട്ടില്ല. എത്രയോ ഹദീസുകളിലായിട്ട്, നിരവധി ഹദീസുകളിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ഒരു പ്രതിഫലവും ഇത് വേണ്ട, നിങ്ങളിത് സ്വീകരിച്ചാൽ മതി എന്നാണ്. എന്നിട്ടോ തുടർന്ന് ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നത്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അടുത്ത ബന്ധത്തിലുള്ള സ്നേഹ താല്പര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ, അത് മാത്രം, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇത് വ്യത്യസ്ത തലത്തിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളായ ഖുറൈശി കുടുംബത്തിൽപ്പെട്ടവൻ തന്നെയാണ്. ആ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട പ്രവാചകൻ ആ ഖുറൈശികളോട് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ളവനാണ്, എൻ്റെ അടുത്ത ബന്ധുക്കളാണ് നിങ്ങൾ, കുടുംബാംഗമാണ് നിങ്ങൾ. ആ കുടുംബബന്ധം, നമ്മൾ തമ്മിലൊരു കുടുംബബന്ധമുണ്ടല്ലോ, ആ കുടുംബബന്ധം ഉദ്ദേശിച്ചെങ്കിലും ആ കുടുംബബന്ധം പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ, അത് പാലിക്കുക എന്ന നിലക്കെങ്കിലും നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരിക്കണം. ഞാൻ പ്രബോധനം ചെയ്യുന്ന ഈ സത്യസന്ദേശം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളണ്ട, നിങ്ങൾക്കത് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട. എന്നിരുന്നാലും നമ്മൾ തമ്മിലൊരു അടുത്ത കുടുംബബന്ധമില്ലേ, എന്നിട്ട് പിന്നെ നിങ്ങളെന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ആ ഒരു കുടുംബബന്ധം മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ആ ഒരു താല്പര്യം വെച്ചുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാതിരുന്നുകൂടെ? വിശ്വസിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്നെ നിങ്ങൾക്ക് ഉപദ്രവിക്കാതിരുന്നുകൂടെ? എനിക്ക് ചെറിയ പിന്തുണ നിങ്ങൾക്ക് നൽകിക്കൂടെ? ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെടുന്നത്. ഈ കുടുംബബന്ധം ഓർത്തിട്ടെങ്കിലും, ആ സ്നേഹ താല്പര്യം ഓർത്തിട്ടെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ ഒന്ന് വിട്ടുകൂടെ നിങ്ങൾക്ക്? പക്ഷേ ഇതൊന്നും ഖുറൈശികൾക്ക് ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നതിന് വേറെയും ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഖുർബ എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങളാണ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള പുണ്യകർമ്മങ്ങളാണ് ഖുർബ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പുണ്യം ചെയ്യാനുള്ള സ്നേഹ താല്പര്യം നിങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ, അല്ലാതെ എനിക്ക് ഭൗതികമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതും പിന്നെ പ്രബലമായി പണ്ഡിതന്മാരും മുഫസ്സിറുകൾ പൊതുവെ അംഗീകരിച്ചതും ഒന്നാമത് പറഞ്ഞ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. അതായത് മക്ക മുശ്രിക്കുകളെ, ആ മുശ്രിക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ വളരെ അടുത്ത കുടുംബ ബന്ധമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ആ കുടുംബ ബന്ധം ഓർത്തിട്ടെങ്കിലും എന്നെ നിങ്ങളൊന്നും ഉപദ്രവിക്കാതിരിക്കണം, എനിക്ക് നിങ്ങളൊരു പിന്തുണ തരണം, അത് മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്നാണ് അതിൻ്റെ വിവക്ഷ എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാരും വ്യാഖ്യാതാക്കളും വിശദീകരിച്ചിട്ടുള്ളത്. വല്ലാഹു അലം.
തുടർന്നുള്ള പറയുന്നത്, ആരെങ്കിലും നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതൊട്ടേറെ ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓരോ പുണ്യം ചെയ്യുമ്പോഴും അതിന് എത്രയോ ഇരട്ടിയായിട്ട് അള്ളാഹു പ്രതിഫലം നൽകും. പക്ഷേ ആത്മാർത്ഥമായ നിഷ്കളങ്കതയോടുകൂടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രം. പിന്നെ അല്ലാഹു ഗഫൂറുൻ ശക്കൂർ, നിങ്ങളുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു. അവൻ ശക്കൂർ, നന്ദിയുള്ളവനാണ്. ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊള്ളുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. 24-ാമത്തെ ആയത്ത്, അം യഖൂലൂന ഇഫ്തറാ അലല്ലാഹി കദിബ ഫഇൻ യശഇല്ലാഹു യഖ്തിമു അലാ ഖൽബിക വയംഹുല്ലാഹുൽ ബാത്തില വയുഹിഖുൽ ഹഖ്ഖ ബികലിമാതിഹി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അപ്പോൾ തുടർന്ന് അള്ളാഹു പറയുകയാണ്, എന്താ പറയുന്നത്? അം യഖൂലൂന, അവർ പറയുകയാണോ, ഇഫ്തറാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് കെട്ടിച്ചമച്ചിട്ടുണ്ട്, അലല്ലാഹി, അള്ളാഹുവിൻ്റെ പേരിൽ, കദിബൻ, കളവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചിട്ടുണ്ട് ഈ മുഹമ്മദ് എന്നാണോ അവർ പറയുന്നത്? ഫഇൻ യശ, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഫഇൻ യശ ഇല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ, യഖ്തിം, അവൻ സീല് വെക്കും, അവൻ മുദ്ര വെക്കും, അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ സീല് വെക്കും പടച്ചറപ്പ്. വയംഹുല്ലാഹുൽ ബാത്തില, അള്ളാഹു മിഥ്യയായതിനെ മായ്ച്ചു കളയുകയും ചെയ്യും. വയുഹിഖുൽ ഹഖ്ഖ, വയുഹിഖു, അവൻ സ്ഥാപിക്കുകയും ചെയ്യും, അൽ ഹഖ്ഖ, യാഥാർത്ഥ്യത്തെ അവൻ ഇവിടെ സ്ഥാപിച്ച് നിലനിർത്തുകയും ചെയ്യും, സത്യത്തെ നിലനിർത്തും. ബികലിമാതിഹി, അവൻ്റെ വചനങ്ങളെ കൊണ്ട്. ഇന്നഹു, തീർച്ചയായും അവൻ, അലീമുൻ, അറിയുന്നവനാണ്, ബിദാത്തി സുദൂർ, നെഞ്ചകത്തുള്ളതെല്ലാം അഥവാ ഹൃദയങ്ങളിലുള്ളതെല്ലാം, സർവ്വചിന്തകളും അറിയുന്നവനാകുന്നു അവൻ. മക്ക മുശ്രിക്കുകൾ വിമർശിക്കാറുണ്ടായിരുന്നു, മുഹമ്മദ് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പഠിച്ചു വന്നിട്ട്, ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെ കേട്ട് പഠിച്ചു വന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറയുകയും അത് അള്ളാഹുവിങ്കൽ നിന്ന് അവതീർണമായതാണ് എന്ന് കളവ് പറയുകയും ചെയ്യുന്നു. അവർ സാധാരണ പറയാറുണ്ടായിരുന്ന ഒരു ആരോപണം, വിശുദ്ധ ഖുർആൻ അത് മുഹമ്മദ് കളവായിട്ട് കെട്ടിയുണ്ടാക്കിയതാണ്, അള്ളാഹുവിൻ്റെ പേരിൽ നിന്നിട്ട് കള്ളം പറയുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച്, ആ വിമർശനത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, അം യഖൂലൂന ഇഫ്തറാ അലല്ലാഹി കദിബ, അവർ പറയുകയാണോ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണോ അവർ പറയുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ മുദ്ര വെക്കുമായിരുന്നു. ഒന്നും അറിയാൻ കഴിയാത്ത വിധത്തിൽ, ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാക്കാൻ അള്ളാഹു വേണമെങ്കിൽ അള്ളാഹുവിന് കഴിയുമായിരുന്നു. പക്ഷേ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ അള്ളാഹു അങ്ങനെ മുദ്ര വെക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. വയംഹുല്ലാഹുൽ ബാത്തില വയുഹിഖുൽ ഹഖ്ഖ ബികലിമാതിഹി, അള്ളാഹു അസത്യത്തെ തുടച്ച് മായ്ച്ചു കളയും, സത്യത്തെ അവൻ നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ അസത്യമായിട്ട് കളവ്, അള്ളാഹുവിൻ്റെ പേരിൽ ആര് തന്നെ കളവ് പറഞ്ഞാലും കെട്ടിച്ചമച്ചുണ്ടാക്കിയാലും അതൊന്നും തന്നെ നിലനിൽക്കുകയില്ല. അതൊക്കെ അള്ളാഹു നശിപ്പിക്കും, അതൊക്കെ അള്ളാഹു നശിപ്പിച്ച് കളയും. എന്നിട്ടോ സത്യത്തെ അവൻ നിലനിർത്തുകയും ചെയ്യും. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ പോലും വളരെ കൃത്യമായി അറിയുന്നവനാകുന്നു അള്ളാഹു. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ആരും കളവ് പറയേണ്ട. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹമൊട്ട് കളവ് പറയുന്നുമില്ല, കളവ് കെട്ടിച്ചമച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ മറ്റൊരു വ്യാഖ്യാനവുമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ മക്ക മുശ്രിക്കുകളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ സീലി വെച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത വെറും കന്നുകാലികളെപ്പോലെ അതിനേക്കാളും അധമന്മാരാക്കി മാറ്റാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. റസൂലുള്ളയോടാണ് പറയുന്നതെങ്കിലും അവരെ ഉദ്ദേശിച്ചു കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അഅലം. പൊതുവെ മുഫസ്സിറുകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആദ്യം പറഞ്ഞതാണ്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നു എന്ന ആരോപണത്തിനുള്ള മറുപടിയാണിത്. അങ്ങനെയൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുമില്ല, പറയാനുള്ള അവകാശവുമില്ല.
അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ ആ ഹൃദയത്തെ സീല് വെക്കാൻ പോലും അള്ളാഹുവിന് കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.